ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, അല്ലാഹു ഇതുപോലെ അവന്റെ സ്വർഗ്ഗലോകത്ത് നമ്മയൊക്കെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ബാങ്ക് നേരത്തെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ സംസാരങ്ങൾക്ക് സമയം വളരെ കുറവായതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുക. ഇവിടെയുള്ളവരോട് സൂചിപ്പിക്കേണ്ടതല്ല, എന്നാൽ നമ്മൾ പലരോടും സൂചിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുമാണ്. ഇന്ന് മനുഷ്യന്റെ കയ്യിലുള്ള ചെറിയ ഒരു ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ ഒരു ഫോൺ, ആധുനിക സംവിധാനത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മുക്കുമൂലകളിലുള്ള സംഭവ വികാസങ്ങളെ അറിയാനുള്ള ഈ ഒരു അവസരം ചിലപ്പോഴൊക്കെ വിഷമമായി തോന്നലുണ്ട്. ഇത് ദുൽഹിജ്ജ മാസമാണ്, ഹജ്ജിന്റെ മാസമാണ്. ഹജ്ജുകളൊക്കെ സെൽഫി ഹജ്ജുകളായി മാറുന്നുവോ എന്നൊരു കുറിപ്പ് ഫേസ്ബുക്കിൽ കണ്ടു. ആ കുറിപ്പ് എഴുതിയത് ഒരു ഹൈന്ദവനായ ഒരു പുരുഷൻ. അദ്ദേഹം ഹജ്ജിനെ മാനിക്കുകയും ബഹുമാനിക്കുകയും കഅബയെ ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി. ആ മനുഷ്യന്റെ കുറിപ്പ് ഇങ്ങനെയാണ്: ഹജ്ജുകൾ സെൽഫികളായി മാറുന്നുവോ പുതുയുഗത്തിൽ എന്ന ഒരു ക്യാപ്ഷന്റെ വാക്ക് കണ്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി. മറ്റുള്ള മതക്കാർ പോലും കഅബയെ സ്നേഹിക്കുന്നത് പോലെ, ഹജ്ജിനെ ആദരിക്കുന്നത് പോലെ, ഉംറയെ ആദരിക്കുന്നത് പോലെ ആദരിക്കാൻ എന്തോ നമുക്ക് പലർക്കും കഴിയാത്ത തലത്തിലേക്ക് നമ്മളും സമുദായവും മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് വിചിന്തനം നടത്തേണ്ട ഒരു പുതിയ ലോകത്താണ് പുതിയ ഹജ്ജിന്റെ മാസത്തിൽ നമ്മൾ ഇരിക്കുന്നത്. വീമ്പ് പറയുന്നു, വമ്പ് പറയുന്നു, സമ്പത്തുള്ളവന്മാർ കൂടുന്നു, സാമ്പത്തികമായി ചെലവഴിച്ച് ഹജ്ജിന് പോകുന്നു, ഹജ്ജിന്റെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാതെ ജീവിച്ചു പോരുന്നു എന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 3 ഘട്ടങ്ങളാണല്ലോ ഒരു ഹാജിക്കുള്ളത്. ആ 3 ഘട്ടങ്ങളിൽ വളരെ മർമ്മപ്രധാനമായ ഒരു ഹാജി സ്വീകരിക്കേണ്ട, ഒരു ഉംറ ചെയ്ത ആൾ സ്വീകരിക്കേണ്ട ഘട്ടം എന്ന് പറയുന്നത് ഏതാ? ഒന്ന്, ഹജ്ജിന്റെ മുമ്പുള്ള സമയം. ഇന്ന് അല്ലെങ്കിൽ ഇന്നലകളിൽ ഹജ്ജിന് ഇഹ്റാം ചെയ്ത ആളുകളുണ്ടാകും. അതിന്റെ ഇഹ്റാം ചെയ്യുന്നതിന് മുമ്പ് അതിനുവേണ്ടി ഒരുങ്ങുന്ന വല്ലാത്തൊരു സമയം, യാത്ര പറച്ചിലുകൾ, ആളുകളോട് പോകുന്ന വിഷയങ്ങൾ പറയൽ, സൽക്കാരങ്ങൾ നടത്തൽ, മറ്റു അതിന്റെ വിവിധ ഘട്ടങ്ങളിലൂടെ മനുഷ്യൻ സഞ്ചരിച്ചു പോകുന്ന ഒന്നാമത്തെ ഘട്ടം. രണ്ടാമത്തെ ഘട്ടം ആ കർമ്മം നിർവഹിക്കുന്ന ഘട്ടം. മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഇതിൽ പലരും ഹജ്ജ് ചെയ്തവരാണ്, ഉംറ ചെയ്തവരാണ്. ഈ ഘട്ടം പരിശുദ്ധ റസൂൽ പറഞ്ഞല്ലോ, ലൈസ ലഹു ജസാഉൻ ഇല്ലൽ ജന്ന. ഒരാൾ ഹജ്ജ് ചെയ്താൽ അവനക്ക് സ്വർഗ്ഗമല്ലാതെ മറ്റൊന്നും നൽകില്ലെന്ന് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ. ഒരാൾ ഹജ്ജ് ചെയ്തു, അയാൾക്ക് സ്വർഗം മാത്രമാണ് നൽകുന്നത്. കയോമി വലദതുഹു ഉമ്മുഹു. അവൻ ഹജ്ജ് ചെയ്താൽ അവന്റെ ഉമ്മ പ്രസവിച്ച കുട്ടിയെ പോലെയാണ് എന്ന് പഠിപ്പിക്കുമ്പോഴാണ് കഅബാലയത്തിന്റെ മുമ്പിൽ നിന്ന് ചിലർ താൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് ലോകത്തോട് വിളിച്ചു പറയുന്ന, സെൽഫി എടുത്ത് കഅബയെ പുറകിലാക്കി വലിയ ഫോട്ടോഷൂട്ടുകൾ നടത്തിക്കൊണ്ട് അവർ ഫേസ്ബുക്കുകളിലും ഇൻസ്റ്റഗ്രാമുകളിലും ഇടുന്ന പുതിയ കാഴ്ചകൾ കാണുമ്പോ, പ്രിയപ്പെട്ട മുസ്ലിമേ, അന്യമതസ്ഥ പോലും നമ്മെ നോക്കി കൊങ്ങനം കുത്തുന്ന ഒരു പുതിയ സാഹചര്യത്തിലാണ് നമ്മൾ ഉള്ളത്. അല്ലാഹു കാത്തു രക്ഷിക്കട്ടെ. എന്താണ് ഹജ്ജ്? അതൊരു ഖസ്ദാണ്, അതൊരു കരുതലാണ്. ഹജ്ജ് ചെയ്യാൻ സുഖമാണ്, ഹജ്ജിന്റെ മുമ്പും സുഖമാണ്. ഹജ്ജിനു ശേഷമുള്ള കാലഘട്ടം നിങ്ങൾക്ക് ഉമ്മയെ പ്രസവിച്ച പോലെ തന്ന ഈ ഒരു സന്ദർഭത്തിനെ മരിക്കുവോളം നിലനിർത്താൻ കഴിയോ? എന്നാൽ ഹജ്ജ് ഖബൂലിയത്താണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹജ്ജ് എന്ന് പറയുന്നത് നിസ്കാരം പോലെയല്ല, നോമ്പ് പോലെയല്ല, സക്കാത്ത് പോലെയല്ല. ഇത് 3 അടങ്ങിയ ഒരു സമുച്ചയമാണ് ഹജ്ജ് എന്നത്. അൽ ഹജ്ജ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതിലെല്ലാം എന്താണ്? ബക്ക എന്നാണ് ഖുർആനിൽ മക്കയെ കുറിച്ച് പറഞ്ഞു. ബക്ക എന്താ? ബക്ക എന്ന് പറഞ്ഞാൽ ഏത് അഹങ്കാരികളെയും ചവിട്ടിത്താത്തുന്ന ഭൂമി എന്നാണ്.
അവിടെ സവർണൻ, അവർണൻ, മുതലാളി, തൊഴിലാളി, കീഴാളൻ, മേലാളൻ എല്ലാവരും ഒരേപോലെ, എല്ലാവരും രണ്ടു തുണിയിൽ. അമേരിക്കൻ പ്രസിഡന്റ് ഇസ്ലാമിലേക്ക് വന്ന് അവൻ മുസ്ലിമായി, എന്നിട്ട് അതിനുശേഷം ഉംറക്കോ ഹജ്ജിനോ വന്നാൽ അമേരിക്കയുടെ പ്രസിഡന്റിന് പ്രത്യേക സ്ഥാനമില്ല. മക്കത്തും മദീനത്തും ഒന്നും അവൻ അവിടെയും ഒരേപോലെ ജീവിക്കണം. പാവപ്പെട്ടവൻ നിൽക്കുന്ന അതേപോലെ. ഇതാണ് ഹജ്ജ്. എന്താ മക്ക എന്ന് പറഞ്ഞാൽ? മക്കയുടെ അർത്ഥം പോലും ആട്ടിൽ നിന്ന് പാൽ കറന്നെടുക്കുന്നത് പോലെ. എങ്ങനെ? ആട്ടിൽ നിന്ന്, അതിന്റെ അകിട്ടിൽ നിന്ന് ഒരു പാല് പോലും ബാക്കി വെക്കാതെ അറക്കുന്നത് പോലെ അറക്കുക എന്നതാണ് സത്യത്തിൽ മക്ക എന്നതിന്റെ അർത്ഥം. അതിന്റെ അർത്ഥം അവിടെ നിന്ന് പാപങ്ങൾ മുഴുവനും കരിച്ചു കളഞ്ഞിട്ടാവണം ഇങ്ങോട്ട് പോരേണ്ടത് എന്ന് പറയുന്നതിന്റെ ആ വാക്കിനോട് ചേർത്തുവെക്കൽ ഒരു പുതിയ അധ്യായം കൂടി ഞാൻ ചേർത്ത് വെക്കുകയാണ്. ഹജ്ജ് ചെയ്തതിന്റെ പാപം തീർക്കാൻ മറ്റൊരു ഹജ്ജ് ചെയ്യേണ്ടി വരുമോ എന്ന തലത്തിലേക്ക് ഹജ്ജും ഉംറയും മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഹജ്ജ്? എല്ലാ സുഖാഡംബരങ്ങളും ഒഴിവാക്കുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹജ്ജിന് തലമറക്കാൻ പറ്റുമോ? ഒരാൾ ഇഹ്റാം ചെയ്താൽ തലമറക്കാൻ പറ്റുമോ? എന്നാൽ നിങ്ങളൊക്കെ കേൾക്കണം, ഒരാൾ തലമറച്ചുകൊണ്ട് 2 റക്അത്ത് നിസ്കരിക്കുന്നു എന്ന് പറഞ്ഞാൽ തലമറക്കാതെ 2 റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി പുണ്യമാണെന്ന് പഠിപ്പിച്ചു. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടൊക്കെ പറയാൻ, തലമറച്ച് നിസ്കരിക്കുന്നത് തലമറക്കാതെ നിസ്കരിക്കുന്നതിനേക്കാൾ 70 ഇരട്ടി പുണ്യമെന്ന് പഠിപ്പിച്ചത് പരിശുദ്ധ റസൂല. ആ റസൂല് തന്നെ പറഞ്ഞു, നിങ്ങൾ ഹജ്ജിന് തലമറക്കരുത്. ഓർഡർ മുഴുവനും ഡിസോർഡർ ആക്കാൻ. നഖം വെട്ടൽ സുന്നത്താണല്ലോ, നഖം വെട്ടൽ സുന്നത്താണത്, വളർത്തൽ കറാഹത്താണെന്ന് പറയുന്ന ഇസ്ലാം പറയുന്നു, ഹജ്ജിന് വന്നാൽ നിങ്ങൾ ഇഹ്റാം കിട്ടിയാൽ നഖം മുറിച്ചു കളയരുതേ. നിങ്ങൾ നഖം മുറിച്ചു കളയരുത്. നിങ്ങൾ സുഗന്ധം പൂശി 2 റക്അത്ത് നിസ്കരിച്ചാൽ 70 റക്അത്ത് സുഗന്ധം പൂശാതെ നിസ്കരിക്കുന്നതിനേക്കാൾ വലിയ പുണ്യം നിങ്ങൾക്ക് 2 റക്അത്ത് സുഗന്ധം പൂശി നിസ്കരിക്കുന്നതിനുണ്ട് എന്ന പരിശുദ്ധ റസൂൽ പറഞ്ഞാൽ, ആ പുണ്യ നബി തന്നെ പറയുന്നു, നിങ്ങൾ സുഗന്ധം പൂശരുത് ഇഹ്റാം ചെയ്താൽ. നിങ്ങൾ മുഖം മറച്ചു നടക്കണം. നിങ്ങളുടെ സഹോദരിമാരെ, നിങ്ങൾ മുഖം മറച്ചു നടക്ക്. നിങ്ങളുടെ മുഖത്തെ സൗന്ദര്യത്തിന് ഒരാൾ ഇഹ്റാം ചെയ്തു കഴിഞ്ഞാൽ ഡിസോർഡർ ഉള്ള ഈ ഇസ്ലാം, ഡിസോർഡർ ഉള്ള ഈ കർമ്മം, ഈ ഹജ്ജ്, ഈ ഉംറ, ഈ സിയാറ, അത് ഫാഷൻ ഐറ്റംസ് ആക്കി മാറ്റുന്നു, ടൂറിസ്റ്റ് ആക്കി മാറ്റുന്നു. അത് ചില ആളുകൾക്കുള്ള ടൂറിസ്റ്റ് കേന്ദ്രങ്ങളാക്കി മാത്രം മാറ്റുന്ന തലത്തിലേക്ക് നമ്മൾ ഹാജിമാർ മാറുന്നു എന്നത് വളരെ ദുഃഖകരമാണ്, വളരെ ദുഃഖകരമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഹജ്ജിന് അവന്റെ ശാരീരികമായ മുഴുവനും സമർപ്പണവും അവിടെയുണ്ട്. ഹജ്ജിന് അവന്റെ ആത്മീയമായ സമർപ്പണം അവിടെയുണ്ട്. നിസ്കാരം ശാരീരികമാണ്, കൽബ് കൊണ്ടാണെങ്കിലും ശാരീരികമാണ്. ആ ശാരീരികമായ നിസ്കാരത്തിന്റെ സമർപ്പണം ഹജ്ജിലുണ്ട്. നോമ്പിന്റെ സമർപ്പണം ഹജ്ജിലുണ്ട്. സക്കാത്ത്, സമ്പത്ത് ചെലവഴിച്ചിട്ടാണ് ഒരു മനുഷ്യൻ ഹജ്ജിന് പോകുന്നത്. അതുകൊണ്ട് സക്കാത്തിന്റെ സമർപ്പണവും ഹജ്ജിനുണ്ട്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സംഗതി, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ഈ ഹജ്ജിനെ, ഇങ്ങനെയൊക്കെ പഠിപ്പിച്ച ഈ ഒരു തരം ഇബാദത്തിനെ മനുഷ്യരെന്തോ ഖേദകരമെന്ന് പറയട്ടെ, അതൊരു മറ്റൊരു രൂപത്തിലേക്ക്, മറ്റൊരു ചിത്രീകരണത്തിലേക്ക് നമ്മുടെ ഹജ്ജും ഉംറയും മാറുന്നുവോ എന്ന് നമ്മൾ സംശയിക്കണം. ഇവിടെ നിന്നുണ്ടാവുന്ന ആത്മീയത പോലും ഹജ്ജിന് പോകുന്നതിന് മുമ്പ് യാത്ര പറയുമ്പോൾ അവിടെ വീട്ടിൽ വെച്ചുകൊണ്ട് നടത്തുന്ന സൽക്കാരത്തിൽ ഒരു മനുഷ്യനുണ്ടാകുന്ന തഖ്വ പോലും ആ മനുഷ്യന് കഅബാലയത്തിലെത്തുമ്പോഴുണ്ടാവുന്നില്ല. കഅബാലയം എന്ന വാക്കിന്റെ തന്നെ അർത്ഥം എന്താ? കഅബയോട് ലയിക്കുക എന്നത്, ലയിച്ചു ചേരേണ്ടതാണ് എന്നാണ്. കഅബയോട് ലയിച്ചു ചേരേണ്ടതാണ്. അപ്പൊ ഇവിടെ നിന്നൊരു മനുഷ്യന് നിങ്ങൾ ഭക്ഷണത്തെ, ഏറ്റവും ഹൈറായ സാധനത്തെ നിങ്ങൾ കൂടെ കൊണ്ടുപോകണം, ഹജ്ജിന് കൊണ്ടുപോകണം എന്ന് പറയുമ്പോ നമ്മൾ വിചാരിച്ചത് നല്ല ഭക്ഷണമാണ്, നല്ല വസ്ത്രമാണ്. പക്ഷെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് സൂക്ഷ്മതയായിട്ട് നിങ്ങൾക്ക് പോവാൻ കഴിയണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹജ്ജ് ചെയ്യാനല്ല പ്രയാസം, ഹജ്ജിന്റെ മുമ്പുള്ള സമയമല്ല പ്രയാസം. ഒരിക്കലും ഒരാൾക്കും യുക്തി കൊണ്ട് നടക്കാൻ കഴിയില്ല. ഞാൻ ചോദിക്കട്ടെ, 14 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിരിക്കുന്ന, 14 നൂറ്റാണ്ടുകളുടെ മുമ്പുള്ള മുഹമ്മദ് നബി അനുകരിക്കുന്നവരും മോഡലാക്കുന്നവരുമാ നമ്മള്. ലോകത്ത് എത്ര പ്രഭാഷകരുണ്ട്, എത്ര പ്രഭാഷകരുണ്ട്. ആ പ്രഭാഷകര് നിസ്കാരത്തിന്റെ യുക്തി പറയും.
പറയുമ്പോ, നോമ്പിന്റെ യുക്തി പറയുമ്പോ, നിസ്കാരത്തിന്റെ യുക്തി പറയും. അവന്റെ ശരീരത്തിന്റെ രക്തങ്ങൾ മുഴുവനും അവന്റെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് ആരോഗ്യപരമായിട്ട് നല്ലതാണെന്ന് നിസ്കാരത്തെ കുറിച്ച് പറയുമ്പോ, നോമ്പിനെ കുറിച്ച് അവന്റെ ഷുഗർ കുറയാൻ അവന്റെ ആരോഗ്യത്തിന് നല്ലതാണെന്ന് പറയുമ്പോ, സക്കാത്ത് ലോകത്തെ സാമ്പത്തിക സ്ഥിതിയുടെ സന്തുലിതാവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് പറയുമ്പോ, ഹജ്ജിന്റെ ലോജിക്ക് എന്താ? ഹജ്ജിന്റെ യുക്തി പറയാൻ ലോകത്തിന്റെ അവരൊരു പ്രഭാഷകൻ കടന്നു വന്നിട്ടുണ്ടോ? എന്ത് യുക്തിയാണ്? പിശാചിനെ എറിയലാണ് ജംറയിൽ എന്ന് പറയുമ്പോ, ശൈത്താനെ എറിയലാണ് ജംറയിൽ എന്ന് പറയുമ്പോ, ജംറയിലേക്ക് എറിയുന്ന കല്ലെടുത്ത് നിങ്ങൾ കഴുകിക്കൊണ്ടെറിയലാണ് സുന്നത്ത് എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം. എന്തിനാ ശൈത്താനെ എറിയുമ്പോൾ ഒരു കല്ല് കഴുകേണ്ടത്? ശൈത്താനെ എറിയൽ കല്ല് കഴുകൽ സുന്നത്തെന്ന് നമ്മൾ പഠിപ്പിക്കാൻ പാടില്ലല്ലോ. ചാണകത്തിൽ മുക്കിയ അല്ലെങ്കിൽ നജസിൽ മുക്കിയ കല്ല് കൊണ്ടല്ലേ ശൈത്താനെ എറിയേണ്ടത് എന്ന് പഠിപ്പിക്കേണ്ട ഇസ്ലാം പറഞ്ഞത് ജംറയിൽ എറിയുമ്പോ നിങ്ങൾ ആ കല്ലുകൾ വെള്ളത്തിൽ മുക്കി കഴുകി എറിയ എന്ന് പഠിപ്പിച്ച ഇസ്ലാമിന്റെ ഹജ്ജിന്റെ യുക്തി എന്താണ് പ്രിയപ്പെട്ടവരെ? ഇതൊരു അത്ഭുതകരമാണ്, സമർപ്പണമാണ്, സമുച്ചയമായ ഇസ്ലാമിന്റെ എല്ലാ ഇബാദാത്തുകളെയും ഉത്തരവിപ്പിച്ച് അതിനെ സമന്വയിപ്പിച്ച് അവസാനം ഒരു മനുഷ്യന്റെ എല്ലാം സമർപ്പിക്കുന്നവന്റെ മനസ്സും കൽബും ശരീരവും ഹൃദയവും അള്ളാഹുവിലേക്ക് സമർപ്പിക്കുന്ന വല്ലാത്ത ഒരു അന്തരീക്ഷം. കഅബയിലേക്ക് നിങ്ങൾ വലതുഭാഗമാക്കരുത്. എല്ലാവരുടെയും പറഞ്ഞു, നിങ്ങൾ വലതുഭാഗത്തേക്ക് തുപ്പിട്ടോ, നിങ്ങൾ വലതുഭാഗത്ത് ഇരിക്കിട്ടോ, നിങ്ങൾ വലതുഭാഗത്തേക്ക് നടക്കിട്ടോ, എല്ലാവരുടെയും വലതുഭാഗം പറഞ്ഞ മനുഷ്യനെ കഅബയിൽ എത്തുമ്പോ പറയാൻ, കഅബ നിങ്ങൾ ഇടതുഭാഗത്തേക്ക് ആക്കണട്ടോ, നിങ്ങൾ വലതാക്കരുതേ. വലതാക്കിയാൽ നിങ്ങളെ തവാഫ് നഷ്ടപ്പെട്ടു പോകുമെന്ന്. എന്തുകൊണ്ടാണ്? കഅബയിൽ ഇടതുഭാഗത്തേക്കാകാൻ കാരണം നിന്റെ ഹൃദയം ഇടതുഭാഗത്താണ്. നീ കഅബയിലേക്ക് നിന്റെ ഹൃദയത്തെ ചേർത്തു വെക്ക് എന്ന് പഠിപ്പിച്ച ഇസ്ലാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാം ലഭിക്കുന്ന നിങ്ങൾ ആലോചിച്ച് നോക്ക്. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒന്ന് തവാഫിന്റെ സമയത്ത് പനിച്ചപ്പോ ഒന്ന് ഓടി. അതുകൊണ്ട് തന്നെ പുരുഷന്മാർക്ക് നാലാമത്തെ തവാഫ് എത്തുമ്പോ ഒന്ന് ഓടൽ സുന്നത്താണ്. എന്തുകൊണ്ട്? പരിശുദ്ധ റസൂലിനെ പനിച്ച സമയത്ത് ഓടിയത് കൊണ്ട്. പനിച്ച സമയത്ത് ശരീരം ഒന്ന് ഉഷാറാവാൻ വേണ്ടി ഓടിയപ്പോ അത് സുന്നത്താക്കപ്പെട്ടു.